കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് അല്ല, അതിന്റെ മുമ്പത്തെ റിസൾട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓൾ പാസ് നിർത്തലാക്കിയ ആ കാലഘട്ടം മുതൽ നമുക്ക് എടുക്കാം. 8ാം ക്ലാസ്സിൽ ഏകദേശം 2.5 ലക്ഷം കുട്ടികൾ തോറ്റു എന്നാണ് ആ സ്റ്റാർട്ടിങ്ങിലെ കണക്ക് എന്ന് പറയുന്നത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തോറ്റ വിഷയം ഹിന്ദി ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴും 8ാം ക്ലാസ്സിൽ ഇതേപോലെ തന്നെയാണ് തോറ്റു. അങ്ങനെയാണെങ്കിൽ സാറേ, പക്ഷെ ഞങ്ങൾ എല്ലാവരും 9ലേക്ക് എത്തിയല്ലോ. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചു, ഒരേ ഒരു കാര്യം, ഈ വർഷവും ഇതേപോലെ തോൽവികൾ ഉണ്ടായിരിക്കും. ഇതേപോലെ തോൽവികൾ ഉണ്ടാവുന്ന പറയാ, ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ 4 പേരാണ് ഇരിക്കുന്നെങ്കിൽ ഈ കണക്ക് വെച്ച് 2 ആള് ഫെയിൽ ആവുന്നതാണ്. 4 പേരിൽ 2 ആള് ഫെയിൽ ആവുന്നുണ്ട്. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കൂ, ആ 2 പേരിൽ നിങ്ങളെങ്ങാനും പെട്ടാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 8ാം ക്ലാസ്സിൽ ചെറിയ മക്കളായിരിക്കുമ്പോൾ തന്നെ UP വരെ നന്നായി പഠിച്ചു, 7ാം ക്ലാസ് വരെ നന്നായി പഠിച്ചു. പക്ഷേ 8ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് പോയി. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, പുതിയ സ്കൂള്, പുതിയ ടീച്ചേഴ്സ്, പുതിയ കൂട്ടുകെട്ട്, കുറച്ചുകൂടി വലുതായി എന്നുള്ളൊരു തോന്നല് ഒക്കെ കൂടി വന്നപ്പോൾ തോറ്റു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ നിസ്സാരാക്കി കളയുന്നുണ്ടാവും. കാരണം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ വർഷത്തെ 8ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എല്ലാവരും 9ൽ എത്തിയല്ലോ, ആരും ഇവിടെ 8ാം ക്ലാസ്സിൽ ഇരിക്കുന്നില്ലല്ലോ, ക്ലാസ് റൂമിലില്ലല്ലോ. വെക്കേഷൻ എന്ന് പറയുന്ന സംഭവം എന്തിനാണ്? വെക്കേഷൻ എന്തിനാണ്? നമുക്ക് ആ ഒരു 2 മാസം അടിച്ചു പൊളിക്കുക, വെറുതെ കിടന്ന് ഉറങ്ങുക, TV കാണുക, ഫോണിൽ കളിക്കുക, ഗെയിം കളിക്കുക, എല്ലാത്തിനും കൂടിയില്ല. കാരണം അവിടെ എന്തില്ല, പഠിക്ക്, ട്യൂഷന് പോ, നോട്ട് എഴുതാനുണ്ടോ, ഹോംവർക്ക് ഉണ്ടോ, ഇതൊന്നും പറയാനില്ല. പക്ഷേ ആ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഈ പറഞ്ഞ തോറ്റു എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ 2 ആഴ്ചത്തെ ക്ലാസ്സിന് വീണ്ടും സ്കൂളിൽ പോയിട്ട് വരും, സ്പെഷ്യൽ ക്ലാസ് പോലെ. അപ്പൊ നിങ്ങളോട് നിങ്ങളുടെ പാരന്റ്സ് പാരന്റ്സ് അറിയും, നിങ്ങളുടെ അയൽവാസികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കും, എങ്ങോട്ടാ മോള് പോകുന്നത്, എങ്ങോട്ടാ മോന് പോകുന്നത്, ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്തുത്തരം പറയും? തോറ്റു, 8ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതിന് പോകണമെന്നാണോ? എത്ര ചടപ്പുണ്ടാവും നമുക്ക്, എത്ര മനസ്സിലൊരു സങ്കടം ഉണ്ടായിരിക്കും. ആ സങ്കടം വരാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്, തുടക്കം മുതൽ പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും 9ലേക്ക് എത്തിയല്ലോ, അങ്ങനെ നിങ്ങളൊരു വിചാരം വേണ്ട. അത് ഈ വർഷവും ഇതേപോലെ തന്നെ തുടരും. എന്തില്ല, ഓൾ പാസ് ഇല്ല. നിങ്ങൾ 2 ആഴ്ച എന്നിട്ട് വീണ്ടും എക്സാം എഴുതണം. ഒന്ന് ആലോചിച്ചോട്ടെ, ആദ്യത്തെ തവണ എക്സാം എഴുതി ഇതായി കഴിഞ്ഞാലുള്ള ഒരു ഗുണം. ഇനി അതിന്റെ വേറൊരു വശം ഞാൻ പറയാം, വേറൊരു വശം. ആ വശം മറ്റൊന്നാണ്. ഓണം എക്സാമിന് പുതിയ സ്കൂളിലേക്ക് പുതിയ ടീച്ചേഴ്സിനെ, പുതിയ കൂട്ടുകാർക്കിടയിൽ നിങ്ങളുടെ പാരന്റ്സ് വരാൻ പോവാണ്. ആ പാരന്റ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് അവിടെ ഒന്ന് അനലൈസ് ചെയ്യും. മാർക്ക് ഒന്ന് അവിടെ ഒന്ന് വിശദമായിട്ട് ടീച്ചർ പറയും. ഒന്ന് ആലോചിച്ച് നോക്കണം, ആദ്യത്തെ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടിക്കാഴ്ച തന്നെ വളരെ ദയനീയ അവസ്ഥയാവുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മൂഡ്, എന്തായിരിക്കും നിങ്ങളുടെ ഒരു സെറ്റപ്പ്? ആകെ ചടച്ചു പോലെടാ. ആദ്യത്തെ ക്ലാസ് ടീച്ചർ, അതായത് പുതിയ സ്കൂളിൽ അല്ലെങ്കിൽ പുതിയ കുട്ടികളുടെ ഇടയിലുള്ള പുതിയ ക്ലാസ് ടീച്ചർ നിങ്ങളെ പറ്റി പറയാണ്, മോൻ അത്ര പോരട്ടോ, മോൻ ഫുള്ള് കളിയാണ്. അപ്പൊ അത് നല്ല സന്തോഷ വാർത്ത കേൾക്കാൻ വരുന്ന നിങ്ങളുടെ പാരന്റ്സ് തല താത്തി പോകുന്ന ഒരവസ്ഥയല്ലേ? അങ്ങനെ ആവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, തുടക്കം മുതൽ പഠിച്ചു തുടങ്ങിക്കോ. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ടഫായി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷക്കായിട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അത് ഈ വർഷം ഒന്നും കൂടി കടുകട്ടിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് മുതൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോൽവിയുടെ എണ്ണം ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ നിങ്ങൾ പെടണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജയത്തിന്റെ കൂട്ടത്തിലാണ്, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ്സിന് പോവണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇതൊരു അഭ്യർത്ഥനയാണ്. ഓണം എക്സാം ആണ് വരാൻ പോകുന്നത്, വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. താങ്ക് യു.